സർ 2022 ജൂലൈയിലാണ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തുന്നത്. അത് മല്ലപ്പള്ളിയിലാണ്. CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ഒരു പരിപാടിയിലായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. ആദ്യം അദ്ദേഹം ഒഴിയാൻ തയ്യാറായില്ല. പിന്നീട് പ്രതിഷേധമൊക്കെ കനത്തപ്പോഴത്തേക്ക് ഒഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടില്ല എന്നുള്ള മന്ത്രിസ്ഥാനം തിരികെ കിട്ടുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് ഇന്ന് കോടതി നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോടതി പറയുന്നത് ഇതിന് പുനരന്വേഷണം വേണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നു. അതായത് വീഡിയോ തെളിവായുണ്ട്, അന്ന് സജി ചെറിയാൻ പ്രസംഗിച്ച വീഡിയോ തെളിവായുണ്ട്. അങ്ങനെ തെളിവായി നിൽക്കുമ്പോഴാണ് സജി ചെറിയാൻ ഭരണഘടനയെ ആക്ഷേപിച്ചിട്ടുള്ളത്. വിഖ്യാതമായ പ്രസംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കുന്തം കുടച്ചക്രം, വിഖ്യാതമെന്ന് നമുക്ക് പറയാമല്ല, വിവാദമായ പ്രസംഗം. ഈ ഭരണഘടനയ്ക്ക് ഒരു പുതിയ ഈ മറ്റേ ജനാധിപത്യത്തിനെ കുറിച്ചൊരു പണ്ട് എബ്രഹാം ലിങ്കൻ്റെ പ്രസംഗം അതുപോലെ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭരണഘടനയെ ആക്ഷേപിക്കുന്ന ഒരു മന്ത്രി അത് ഇപ്പോഴും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ രാജിവെക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ഥാനത്തിരിക്കാൻ അർഹനാണോ? അല്ല, നമ്മളൊരു പ്രശ്നം എന്തറിയാമോ, പഴയ കാലത്ത് പണ്ട് കാലത്ത് വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട്. ഒരു റെയിൽവേ അപകടം ഉണ്ടായാൽ അതെ മന്ത്രി രാജിവെക്കും. എന്തിനാ മന്ത്രി രാജിവെക്കേണ്ട? റെയിൽവേ അപകടത്തിന് ശരിക്കും പറയാം മന്ത്രി രാജിവെക്കണ്ടല്ലോ, പക്ഷെ മന്ത്രി രാജിവെക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ പിന്നെ രാജിവെച്ചു. കേരളത്തിലൊരു മന്ത്രി ഒരു വനിതയെ വഴിയിൽ നിന്ന് കാറിൽ കൂടെ കയറ്റിക്കൊണ്ടുപോയി. അതെ, അതിൻ്റെ പേരിൽ എന്ത് വന്നു? രാജിവെക്കേണ്ടത് പുതിയ പാർട്ടി ഉണ്ടായി, കേരള കോൺഗ്രസ്. അപ്പം അത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന കാലമാണ്. ഇപ്പം PP ദിവ്യ അവരെ പാർട്ടി പുറത്താക്കണേ ചെയ്തത്. അവരായിട്ട് എന്ത് ചെയ്തില്ല? ശരി, ഞാൻ കോടതി എനിക്ക് ജാമ്യം തന്നില്ല, ഞാൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതും എനിക്ക് കിട്ടിയതുമായ എല്ലാ സ്ഥാനങ്ങളും ഞാൻ തൽക്കാലത്തേക്ക് രാജിവെക്കുന്നു, ഇത് ഞാൻ അഗ്നിശുദ്ധി തെളിയിച്ച് വരാം. എന്നിട്ട് തന്നെ അവർ പറഞ്ഞെന്താണ്, ഞാനിതിൽ എന്നെ താഴോട്ടാക്കിയത് എന്നോട് ചോദിക്കാതാക്കി എന്നെ പാർട്ടി കളഞ്ഞു എന്നൊക്കെയുള്ള നിലയിൽ ചില വാർത്തകളൊക്കെ വന്നായിരുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഈ മനുഷ്യൻ്റെ കാര്യം, ഈ മനുഷ്യൻ നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കും. നമുക്ക് ഒരുപക്ഷെ ABC ആയിരിക്കും ഈ ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ ലോകത്തോട് ഞാൻ പറയാൻ പോണ ആശയം. ജയിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി മന്ത്രിമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ പൊളിറ്റിക്കൽ മീറ്റിങ്ങുകൾ പിന്നെ പോകരുത്. അവരാരുടെ മന്ത്രിയാണ്? എല്ലാവരുടെയും മന്ത്രിയാണ്. ഇലക്ഷൻ ക്യാമ്പയിൻ ഒന്നും പോകാൻ പാടില്ല. എങ്ങനെയാണ് എല്ലാവരുടെയും കൂടെ മന്ത്രിയായി ചെന്ന് നിന്നിട്ട് മുഖ്യമന്ത്രിയൊക്കെ ചെന്ന് നിന്നിട്ട് ഇലക്ഷൻ? അതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷം അവരാരാണ്? എല്ലാവരുടെ MLA ആണ്, എല്ലാവരുടെ മന്ത്രിയാണ്. ആ 5 വർഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഇലക്ഷൻ ക്യാമ്പയിൻ പോകാൻ പറ്റില്ല. നമുക്കൊരു പുതിയ നിയമം ഉണ്ടാക്കേണ്ട സമയമായി. ഇതേ മന്ത്രിയായാൽ ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ ചെയ്തു, സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിനകത്ത് മിനിമം അതിൻ്റെ ബേസിക് കാര്യങ്ങളെങ്കിലും വായിച്ചിരിക്കണ്ടേ? വളരെ ബേസിക്കായ കാര്യങ്ങൾ വായിച്ചിരിക്കണ്ടേ? അബദ്ധം പറയുക, അബദ്ധം കണ്ടുപിടിച്ചാൽ പിന്നെന്ത് പറയണം? ഞാൻ തെറ്റ് ചെയ്തു, അബദ്ധം പറഞ്ഞാൽ പിന്നെ കിടന്ന് ന്യായീകരിച്ച് ഉരുണ്ടില്ല പൂച്ച പോലെ കണ്ണുടച്ച് പാൽ കുടിക്കുന്ന പരിപാടി നടത്തരുത്. അത് പറയണം, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധിച്ചില്ല, ഞാനിത് പറയാൻ പാടില്ല, ഭരണഘടനയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഭരണഘടനയുടെ സംരക്ഷകരെന്ന് പറഞ്ഞ് ഭരണഘടന മോഡി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭരണഘടന ക്യാമ്പയിൻ, വലിയ ഭരണഘടനയെക്കുറിച്ച് വലിയ സംരക്ഷണ ക്യാമ്പയിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഒരു മന്ത്രി തന്നെ പറയുന്നു ഭരണഘടന വേണ്ട, ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അത് പറയേണ്ട സ്ഥലം അവിടെ അല്ല. പുള്ളിക്ക് പറയാം ഭരണഘടനയിൽ കുഴപ്പമാണെങ്കിൽ ഭരണഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ തീർത്ത് അസംബ്ലി പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അസംബ്ലി പറയാം. പുതിയ പ്രമേയം കൊണ്ടുവരാം, പുതിയ ചർച്ചകൾ കൊണ്ടുവരാം, അടിയന്തര പ്രമേയം, എന്തെല്ലാം സാധ്യതകളുണ്ട് അദ്ദേഹത്തിന്. MLA മാരോട് പറയാം, ചില 2 പോയിന്റ് കൊണ്ടുപോകാം അസംബ്ലിയിൽ, ഭരണഘടന ഇങ്ങനെ ശരിയല്ല, അതൊരു ബൂർഷ്വാ ഭരണഘടനയാണെന്നൊക്കെ പറയാം. പക്ഷേ മന്ത്രി എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. അത് പോട്ടെ, പുള്ളി എപ്പോഴും അബദ്ധം പറയും. പോയ കോടാലി പോലെയാണ് പുള്ളി പഴയപ്പോഴും സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് വേറെ പ്രസ്താവന നടത്തുന്നുണ്ട്. കേരളത്തിലെന്താണ് നെൽകൃഷി ചെയ്യുന്നത്? നമുക്ക് അരി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ? ആരടുത്ത് ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്താൽ പോരെ? നമ്മളടുത്ത് പൊതുജനങ്ങളോട് മന്ത്രി തന്നെ പറയരുത്. ചില മന്ത്രിമാർ ഒന്നും പറയാൻ കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്ത് വലിയ പ്രശ്നമാണ്. ആരോ പ്രശ്നം? ഈ പ്രശ്നം മാറ്റാനല്ലേ നിങ്ങളെ തിരഞ്ഞെടുത്തത് ജനങ്ങൾ, നമ്മൾ. അപ്പോൾ പഴയ ഗവൺമെൻറ്റാണ് പ്രശ്നം എന്ന് പറയും. നിങ്ങൾ പ്രശ്നമല്ലേ എന്ന് വെച്ചാൽ പഴയ ഗവൺമെൻറ് പ്രശ്നം. പഴയ ഗവൺമെൻറ് പ്രശ്നമായതുകൊണ്ടല്ലേ ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് വോട്ട് തന്നത്? ഇത് അടുത്ത വിഷയം. വിദ്യാഭ്യാസത്തിലും പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞു. എന്താ പറയണേ? ശിവൻകുട്ടി, നിങ്ങളെ വിദ്യാഭ്യാസമൊന്നും ശരിയല്ല, പിള്ളേരെ എഴുത്താനും വായിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ആര് പറയാറുണ്ട്? ചിലത് നല്ലതുമായിരിക്കും, ചീത്തയായിരിക്കും. ചർച്ച ചെയ്യട്ടെ സമൂഹം.
പക്ഷേ ഈ ഭരണഘടനയെ സംബന്ധിച്ച് തൊട്ട് പറയുമ്പോൾ എന്ത് ചെയ്യണം പുള്ളി? വളരെ ശ്രദ്ധിച്ച് വർത്താനം പറയണം. അതെ. രണ്ടാമത് ഇപ്പോൾ കേസ് വന്നു, അപ്പോഴും പുള്ളി പറയുന്നത് എന്താണ്? ഞാൻ രാജിവെക്കില്ല, ഞാൻ അങ്ങനെ പോകില്ല. ഇതാരോടെ പറയുന്ന? ഇദ്ദേഹം രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എതിരായിട്ട് പറയുന്ന ആരോടെന്നറിയാമോ? ഞാൻ രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മന്ത്രിസ്ഥാനത്തോടല്ല, ഈ രാജ്യത്തെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തോടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ രാജിവെക്കില്ല. അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് CPM ആണ്. ഒന്നുകൂടി, ഞാൻ ആ വാക്കുകൊണ്ട്, ഒന്നുകൂടി മൂല്യാധിഷ്ഠിതമാവേണ്ട പാർട്ടിയാണ്. കോൺഗ്രസ്സുകാർ ചെയ്തില്ലേ, BJPക്കാർ ചെയ്തില്ലേ എന്ന് CPMന് ചോദിക്കാൻ അവകാശമില്ല. CPIക്കും ഇല്ല, RSPക്കും ഇല്ല, ഫോർവേഡ് ബ്ലോക്കിനും ഇല്ല. ഈ 3-4 പാർട്ടികൾക്ക് അങ്ങനെ അവകാശമില്ല. കാരണം ഇവർ തത്വാധിഷ്ഠിതമായ ഒരു നിലപാടിൽ ഉറച്ച് ഒരു ആദർശാധിഷ്ഠിത രാഷ്ട്രീയം, വിപ്ലവം രാജ്യത്ത് കൊണ്ടുവരാനായിട്ട് നിൽക്കുന്ന പാർട്ടികൾ, വിപ്ലവം കൊണ്ടുവരാനുള്ള താൽക്കാലികമായ ഒരു സമയമാകാത്തത് കൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് അങ്ങനെ പോകുന്നതാണ്. അപ്പം മറ്റേൻ്റെ അഴുക്ക് കുറച്ച് പിടിക്കും, കുറച്ചൊക്കെ അഴുക്ക് പിടിക്കും. മറ്റ് പാർട്ടികളുടെയും സമൂഹത്തിൻ്റെ അഴുക്ക് കുറച്ചൊക്കെ പിടിക്കും നമ്മളെ. പക്ഷേ ഇത് മൊത്തം അഴുക്കല്ലേ ഈ സംവിധാനം പറയുന്നത്? എന്നിട്ട് അതിനെ ന്യായീകരിക്കില്ലേ സാറേ? വന്നെന്നിട്ട് അതിനെ ന്യായീകരിക്കണം. ഞാൻ രാജിവെക്കില്ല, ഞാൻ അങ്ങോട്ട് പോകില്ല. എന്താണ് ഇതിൻ്റെ സുഖം? അധികാര ലഹരിയാണ്. പാർട്ടിക്കകത്ത് ആളില്ലേ, സംവിധാനങ്ങളിൽ ആളില്ലേ? എനിക്ക് ആലോചിക്കേണ്ടതാണ്, ഞാൻ ഇതിന് പോകേണ്ട ആളല്ല. എല്ലാ പാർട്ടി നേതാക്കളും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പാർലമെൻ്ററി രംഗമാണോ എനിക്ക് പറ്റിയത്, അതോ ഏത് മന്ത്രി രംഗമാണോ എനിക്ക് പറ്റിയത്? അല്ല, പാർട്ടി പരിപാടിയാണോ എനിക്ക് പാർട്ടി രംഗമാണ് പറ്റിയത്? പാർട്ടി സംഘടനയാണോ? ആവേശമുള്ള പ്രസംഗം നടത്തുന്ന ആൾക്ക് പറ്റിയത് എവിടെയാണ്? പാർട്ടി പരിപാടിയാണ്. ആവേശം പോയി പ്രസംഗിക്കുക, എന്തും പറയാം, റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല. ആവേശം, ഭരണത്തിൽ ആവേശമൊന്നുമില്ല. ഭരണത്തിൽ അവധാനതയും പക്വമായ തീരുമാനങ്ങളും പക്വമായ വർത്തമാനവും, ഏറ്റവും കുറച്ച് വർത്തമാനം പറയുന്ന മന്ത്രിയും. വർത്തമാനമല്ല നമുക്ക് വേണ്ടത്, മന്ത്രിയുടെ പ്രവൃത്തിയാണ്. PR വർക്ക് നമുക്ക് വേണ്ട. പത്രങ്ങൾ എന്നും കാണുന്നു, മന്ത്രി ഭയങ്കര സോഫ്റ്റാണ്, എല്ലാ പത്രത്തിലും നല്ല മന്ത്രിയാണ്. എന്തിന്? നമുക്ക് അങ്ങനത്തെ മന്ത്രിയല്ല വേണ്ടത്. നമുക്ക് വേണ്ടതാണ് ഭരണഘടനയെ ബഹുമാനിക്കുന്ന, ഭരണഘടനയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ പുതിയ പുതിയ നയങ്ങൾ, മിഷനുകൾ, പുതിയ പദ്ധതികൾ, പ്രോജക്റ്റുകൾ. ഒരു ഉദ്ഘാടനത്തിന് മന്ത്രി പോകരുത്. ഉദ്ഘാടനത്തിനൊക്കെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഒരു ഉദ്ഘാടനം എന്തിന് മന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്നേ? പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പറൊക്കെ ഉദ്ഘാടനം ചെയ്യട്ടെന്നേ. മന്ത്രി എവിടെ ഉണ്ടാവണം? മാസത്തിൽ നല്ലൊരു കാലം എവിടെ ഉണ്ടാവണം? സെക്രട്ടേറിയറ്റിലുണ്ടാവണം. ഫയലുകൾ വിളിക്കണം. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഒരുപാട് നിയമങ്ങൾ മാറ്റാൻ കിടപ്പുണ്ട് ഇവിടെ. ഒരുപാട് നിയമങ്ങൾ മാറ്റാൻ കിടപ്പുണ്ട്. ഇതെല്ലാം സ്റ്റഡി ചെയ്ത് പുതിയ നല്ല പ്രോജക്റ്റ് കൊണ്ടുവന്ന്, നല്ല വിഷണറി കൊണ്ടുവന്ന്, അങ്ങനെയല്ലേ സംസ്ഥാനത്ത് മന്ത്രിമാർ ഭരിക്കേണ്ടത്? സജി ചെറിയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2 വർഷം കൂടെ അങ്ങ് പോകും. വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ എന്ന് ബാക്കിയുള്ള തലമുറക്കാർ ചോദിച്ചാൽ ചോദിക്കും. അതെ, ചോദിക്കൂലേ? അപ്പോൾ ഈ കുന്തം കുടച്ചോക്രം പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞാണ് എതിർത്തു, പിന്നെ കോടതി പോയിട്ട് ഞാൻ രാജിവെക്കാത്തവനാണെന്ന് പറഞ്ഞാൽ മതിയോ? ഇവിടെ ഓരോ ഗവൺമെൻറ്റിനെ കുറിച്ച് ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സാക്ഷരത കൊണ്ടുവന്നു, സമ്പൂർണ്ണ സാക്ഷരത കൊണ്ടുവന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്. അച്യുതമേനോൻ ഒരുപാട് സയൻറ്റിഫിക് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം കൊണ്ടുവന്നു, അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോ ഭരണാധികാരികളിൽ നിന്ന്, പിന്നെ ഓരോരുത്തരെടുത്തുള്ളൂ വിദ്യാഭ്യാസം, ഓരോ വകുപ്പെടുത്താൻ അവരുടെ പുതിയ കോൺട്രിബ്യൂഷൻ അല്ലേ സമൂഹം ആഗ്രഹിക്കുന്നത്. ഈ ചപ്പളാച്ചി കിപ്പട വർത്താനമൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അത് പൊളിറ്റിക്കൽ ലീഡർമാർ പറഞ്ഞോട്ടെ. അവർ കയ്യടി കിട്ടാൻ, അനുയായികളെ പ്രോത്സാഹിപ്പിക്കാൻ, ഒരു ആവേശമൊക്കെ വയ്ക്കാൻ വേണ്ടി അവർ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വർത്താനം പറയും. പാർട്ടി സെക്രട്ടറിമാരായാലും പറയാൻ പാടില്ല. പാർട്ടി സെക്രട്ടറി ആയാൽ താഴെയുള്ള ചിങ്കിടികളോട് പറയണേ, കത്തിച്ചോളാൻ പറയണം. ഇത് പലപ്പോഴും പാർട്ടി സെക്രട്ടറിമാർ തന്നെ എന്ത് ചെയ്യാണ്? അവധാനതയില്ലാതെ പക്വല്ലാതെ വർത്തമാനം പറയുകയാണ്. മന്ത്രിമാരായി കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഭരണഘടന തൊട്ടിട്ടല്ലേ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഒരു വാക്ക് ഇതിനെ മാറ്റി പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് കോടതി പിടിച്ചത്. അപ്പോൾ വീണ്ടും ഒരു തലമുടി താഴേക്ക് നേരത്തെ രക്ഷപ്പെട്ടു. അതായത് അദ്ദേഹം പറഞ്ഞ കൊള്ളയടിക്കുന്ന ഭരണഘടന എന്നാണ്. കൊള്ളയടിക്കുന്നതും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഇത് കുന്തവും കുടച്ചോക്രവുമാണ്. ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ രാജ്യത്തിന് ആവശ്യം ആ സെക്കൻഡിൽ ഇദ്ദേഹത്തിന് എപ്പോഴാണോ മന്ത്രിയായപ്പോൾ ഇത് മനസ്സിലായി കാണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരണഘടന എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ കാരണം വായിച്ചപ്പോൾ മനസ്സിലായി ഇത് അലിമ്പാണ്. ആ സെക്കൻഡ് രാജിവെക്കണം. ഞാൻ പാർട്ടി പ്രവർത്തനം നടത്താം. ആകപ്പാട് സ്റ്റേറ്റ് വണ്ടി കിട്ടൂലെന്നല്ലേ ഉള്ളൂ. അതെ, മറ്റ് സൗകര്യങ്ങൾക്കൊന്നും വലിയ കുറവ് വരത്തില്ലല്ലോ. സ്റ്റേറ്റ് വണ്ടി, സർക്കാരിൻ്റെ കാറും വീടും കാറും ഒക്കെ കിട്ടൂലെന്നല്ലേ ഉള്ളൂ. വേറെ പൊസിഷനൊന്നും വലിയ കുഴപ്പമൊന്നും വരുന്നില്ലല്ലോ ഇവിടെ. പ്രത്യേകിച്ച് CPMൻ്റെയൊക്കെ വലിയ നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രിക്ക് തുല്യം തന്നെയല്ലോ. തീർച്ചയായിട്ടും വലിയ പദവിയല്ലേ, ചെറിയ പദവിയല്ലല്ലോ. പാർട്ടി സെക്രട്ടറി എന്നൊക്കെ വലിയ പദവിയല്ലേ. അതിലേക്ക് പുള്ളി പോയാൽ പോരെ. അപ്പോൾ സജി ചെറിയാനെ പോലുള്ള ആളുകൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം. ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. സമൂഹത്തിന് എന്ത് സംഭവിക്കും? ഈ പൊളിറ്റിക്സിനോടുള്ള
താല്പര്യമുണ്ടല്ലോ പുതിയ തലമുറയ്ക്കൊക്കെ രാഷ്ട്രീയത്തോടുള്ളൊരു താല്പര്യമുണ്ടല്ലോ, അതെന്താവും? ഇല്ലാതാവും. അതില്ലാതാവും. ബെർണാഡ് ഷാ ആണോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് പറഞ്ഞത്. പൊളിറ്റിക്സ് ഈസ് ദ റിസോർട്ട് ഓഫ് ലാസ്റ്റ് തെമ്മാടികൾക്കുള്ളതെന്നാണ്. ഞാൻ ഇംഗ്ലീഷ് വാക്ക് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കാണിക്കുന്നവരുടെ അവസാന അഭയമാണ് രാഷ്ട്രീയം. പക്ഷെ അങ്ങനല്ല. എത്ര മഹത് വ്യക്തികൾ, മഹാരഥന്മാർ, തീർച്ചയായിട്ടും പ്രതിഭകൾ ഒക്കെയാണ് ഈ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു, സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സാങ്കേതികവിദ്യ പ്രൊമോട്ട് ചെയ്യുന്നു, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, രാജ്യത്തിൽ നയങ്ങൾ ഉണ്ടാക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് മന്ത്രിമാർ. അതിന് വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല. എന്ത് മതി? വി.എസ്. അച്യുതാനന്ദൻ സാധാരണ രാഷ്ട്രീയ വേദിയിൽ പോയ തമാശയും ഇതുമൊക്കെ ചേർത്ത് പറയുന്ന ആളല്ലേ? മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. എത്ര പക്വതയുള്ള മുഖ്യമന്ത്രിയായിരുന്നു. ഇവരെ പാർട്ടി തന്നെയാണ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർ കർണാടക എന്തോരം തമാശ പറയുന്ന ആളാണ്. അല്ലെങ്കിൽ ഭരണത്തിൽ ഏറ്റവും കണിശക്കാരനായ മുഖ്യമന്ത്രിയായിരുന്നു നയനാർ. എന്തോരം തമാശയാണ് പറയുന്നത്, എടോ പോടോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ഭരണത്തിൽ അതാണ് മന്ത്രിസ്ഥാനം. തൻ്റെ സ്ഥാനം, ഇരിക്കുന്ന സ്ഥാനം ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അനുസരിച്ച് കാലത്തിനും സ്ഥാനത്തിനനുസരിച്ച് ഉയരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഇത് ഉയർന്നില്ല എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്തു, കോടതി പറഞ്ഞു, തലമുടി നാലിലേക്ക് രക്ഷപ്പെട്ടു, അടുത്ത കോടതി, ഹൈക്കോടതി, അതിനേക്കാൾ ഉയർന്ന കോടതി പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാജിവെക്കില്ല. ഞാൻ ഇനി അപ്പോഴും അപ്പോഴും പറയുന്നില്ല. അവിടെയാണ് വിഷയം. രാജിവെക്കുന്നത് എനിക്ക് അങ്ങോട്ട് തെറ്റ് പറ്റി, ഞാൻ കോടതിയിൽ നേരിട്ടോളാം. അതെ, അതാണ് പറയേണ്ടത്. എനിക്ക് തെറ്റ് പറ്റി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മന്ത്രി എന്നുള്ള നിലയിൽ. കോടതി എന്തായാലും കേസല്ലേ, അതിലൊരു തീർപ്പാവട്ടെ, അതാണ് പറയേണ്ടത്. അതാണ് നല്ല പോയിന്റ്. ഇത് ആരോ ഉപദേശിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അതെ, അദ്ദേഹം പറയേണ്ടതാണ്. ഞാനൊരു തെറ്റ്, എനിക്ക് അന്നൊരു ബുദ്ധിമുട്ട് പറ്റി, അത് ആ കോൺടെസ്റ്റിൽ ഞാൻ ശരിയായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കത്, ആ കോൺടെസ്റ്റിൽ എനിക്കത് ശരിയാണെന്ന് തോന്നി. പാർട്ടി കോൺടെസ്റ്റാണ്, പാർട്ടി വേദിയാണ്. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. എന്താ എനിവേ കേസ് കിടക്കുകയാണല്ലോ, കേസിൽ ഒത്തീർപ്പാവട്ടെ എന്ന് പറഞ്ഞ ഒരു മാന്യതയുണ്ട്. അതെ, ഇനി സജി ചെറിയാൻ അതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് പഠിക്കേണ്ടി. സജി ചെറിയാൻ മാത്രമല്ല, വരുന്നവർ, രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരെല്ലാം പഠിക്കേണ്ട ഒരു ഒറ്റ പോയിൻ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പൊതുരംഗത്തേക്ക് വന്നാൽ അവരുടെ ഷർട്ട്, പാൻറ്റ്, മുണ്ട്, യാത്ര, ഭക്ഷണം, ഉറങ്ങുന്നത്, പോകുന്നത്, സകലതും ആര് വാച്ച് ചെയ്യും? ജനം. വിജിലൻസ് അല്ല, ജനം. അത് ജനങ്ങൾ നേരിട്ടല്ല, ഒരു 4ാം കണ്ണ് വെച്ചായിരിക്കും വാച്ച് ചെയ്യുന്നത്. ഈ 4ാം കണ്ണ് ഇവിടെ ഉണ്ടെന്ന് ജനാധിപത്യത്തിൽ ആളുകൾ മനസ്സിലാക്കി പോകണം. എല്ലാ കാര്യവും വാച്ച് ചെയ്യും, എല്ലാം വാച്ച് ചെയ്യും. ഒരു കാര്യമില്ല. കാരണം അയാൾ പൊതു സ്വത്താണ്. അതെ, പൊതുരംഗത്ത് വരുന്നവൻ പൊതു സ്വത്താണ്. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. സ്വകാര്യ സ്വത്തല്ല, വ്യക്തിയില്ല. പൊതു സ്വത്ത് വരുന്ന ആളിന് വ്യക്തിയില്ല, പൊതുവേ ഉള്ളൂ. അയാൾ മാതൃകയായിട്ടൊക്കെ വേണം സമൂഹത്തിന് വരാൻ. അങ്ങനെ പറ്റൂ, അതേ ഉള്ളൂ അതിന് മാർഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.